السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. പിർസത്തോ സത്യവിശ്വാസിനിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്താനുഗ്രഹം കൊണ്ടിട്ടും റമദാൻ തിങ്കൾ പ്രവേശിച്ചങ്ങനായിട്ടിരിക്കണം. അതേപോലെ നോമ്പ് പിടിച്ച ആൾമാരായിട്ടിരിക്കണം എല്ലാവരും. അപ്പോൾ ഈ റമദാൻ ഈ നോമ്പ് പിടിച്ച ഒരവസ്ഥയിൽ ഞങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷേകിട്ട് ചില ഞങ്ങൾ ആക്കണതും ആക്കാൻ നിൽക്കണതും, അതായത് നാലമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജായിസാക്കി കുറേ കാര്യമാക്കണം ഞങ്ങൾ ആക്കവും. ഈ നോമ്പ് പിടിച്ച ഒരവസ്ഥയിൽ ചില ഞങ്ങൾക്ക് മക്രൂഹായിട്ടതുണ്ട്, അതായത് ആക്കാണ്ടിക്കരുത് നല്ലതായിരിക്കും, അങ്ങനത്തെ കുറേ പ്രവൃത്തി കാര്യമുണ്ട്. അപ്പോൾ ആ വിഷയത്തിലിരിക്കണം വേണ്ടി മനസ്സിലാക്കപ്പോണ്ടത് മക്രൂഹായിട്ട് ചില അള്ളാഹു ഈ ഒരു നോമ്പ് പിടിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവನು ആക്കാണ്ടിക്കണതും അതേപോലെ ബുട്ട് നിൽക്കണായിട്ടുള്ള ചില ബസ്ത് ചില കാര്യം അതായത് കറാഹത്തിൻ്റെ മനസ്സിലാക്കുന്നു. കറാഹത്തിന്നിട്ടെങ്കിൽ ബുട്ട് നിൽക്കുക നല്ലതായിരിക്കും, ആക്കിയെങ്കിൽ മാത്രം എന്തില്ല ശിക്ഷയില്ല, മാത്രം ബുട്ട് നിൽക്കുക നല്ലതായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യത്തിൽ പെട്ട ഒന്നായിരിക്കും ഞങ്ങൾ ഒതുവാക്കുന്ന സമയത്തിൽ ഒരു ബായ് മുക്കിലിക്കുമത്തും അതേപോലെ തന്നി മൂക്ക് വലിച്ചിട്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ മേൽ തന്നി വലിക്കുമത്ത് യാറെ വലിക്കാണ്ടിരിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചെന്ന പോലെ അസ്ബിഗിൽ വുദൂഅ വഖല്ലിൽ ബൈനൽ അസാബി വബാലിഗ് ഫിൽ ഇസ്തിൻശാഖി ഇല്ല അൻ തകൂന സ്വായിമ. അതായത് ഇസ്തിൻഷാഖ് ഞങ്ങൾ മുബാലകത്ത് കാട്ടും, അതായത് ഞങ്ങൾ ബായിലും മൂക്ക് തന്നെ എടുക്കുമൊത്തു ഞങ്ങൾ യാർ എടുക്കും മേൽ എടുക്കും. മാത്രമേ നോമ്പുകാരായിട്ടുള്ള അവസ്ഥയിട്ടിരുന്നെങ്കിൽ ഞാൻ നോമ്പ് പിടിച്ച ഒരാളായിട്ട് ഇന്നുണ്ടെങ്കിൽ ഞാൻ മുബാലകത്ത് കാട്ടുമില്ല. അതായത് ഞാൻ ഉദാക്കുന്ന സമയത്തിൽ തന്നി മൂക്ക് എടുക്കുമൊത്തും ഞാൻ ചുമ വലിക്കൊണ്ടിട്ടില്ല, തെല്ല് വലിച്ച മീച്ച എന്തടിക്കുക റസൂലുള്ളാഹി ഹദീസിൽ പടിപാട്ടത്. അപ്പോൾ യാരാ തന്നി മേൽ എടുക്കുന്നത് അത് കറാഹത്തായിരിക്കരുത് എന്നുവെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നാളെ മൂക്കിൽ പോയി എടുത്തിട്ട് അത് തൊണ്ടയിൽ നിന്ന് കീഴിൽ പോയി ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ടായിരിക്കും ഞങ്ങൾ നോമ്പ് മുറിയാണ്ടിക്കു വേണ്ടിയിട്ടിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ജാഗ്രത തന്നത്. ഈ രണ്ടാമത്തത് നോമ്പുലു പിടിച്ച ഒരവസ്ഥയിൽ ഞങ്ങൾ അവർക്ക് ഈ ഫുഡ് ടേസ്റ്റ് ആക്കുന്ന വിഷയമായിരിക്കും. അതൊക്കെ രണ്ട് അവസ്ഥ ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഗത്യത്തിന് അഗത്യ പേരിട്ട് അങ്ങ് ടേസ്റ്റ് ആക്കണം. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമുണ്ട്. അതേപോലെ ഹോട്ടലിൽ ഷെഫായിട്ടുള്ള ആൾമാരും ഫുഡാക്കുന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് ഈ അഗത്യത്തിൽ വീണിട്ട് ഫുഡ് ടേസ്റ്റ് ആക്കുമ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ആക്കിയിട്ട് നാവിൽ ഞങ്ങൾ ടേസ്റ്റ് ആക്കിയിട്ട് അപ്പമേ അത് ഞങ്ങൾ ബായ് മുക്കിൽ കളിക്ക് തുപ്പണം, അത് ഞങ്ങൾ ഉള്ളിൽ കീഴിൽ പോകാത്ത പോലെ അവസ്ഥ നോക്കിയിട്ട് അത് അഗത്യത്തെ ടൈമിൽ അത് ജായിസായിട്ടിരിക്കും. ഇപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഇപ്പോൾ ചെന്ന പോലെ ഷെഫ്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി വെറുതെ അകത്തില്ലാത്ത ഒരവസ്ഥ രണ്ടാമത്തെ അവസ്ഥ ഇടിക്കുക അകത്തില്ലാത്ത അവസ്ഥ അത് കറാഹത്തടിക്കും. ഓർത്ത அவங்க ഒരു അകത്തില്ല വെറുതെ കുമ്പത്ത് ഫുഡ് നക്കി നോക്കും ടേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കറാഹത്തടിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ചെന്നെങ്കിൽ അങ്ങ് തെല്ലും ഒരു അകത്തില്ലാത്ത വിഷയം അടിക്കും. ചിലപ്പോൾ അത് ആ ടേസ്റ്റ് ആക്കിയ തെല്ല് ಯಾರ ಬಿಟ್ಟು പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇങ്ങനെ നാവ് ടേസ്റ്റ് ആക്കിയത് വൈത്ത് എത്തിട്ടുണ്ടെങ്കിൽ അപ്പം നോമ്പുറി ഒരു അവസ്ഥ ബന്ധിത്തു. അപ്പോൾ അത് കാരണം കൊണ്ടിട്ടു അകത്തില്ലാത്ത അവനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാമത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം അവന് മേൽ കറാഹത്തടിക്കും. ഇനി അകത്തുള്ള മേൽ നമുക്ക് ജായിസ് അടിക്കരുത്. ഇനി അതേപോലെ ഇന്നൊരു വിഷയം അടിക്കരുത് ഞാൻ മനസ്സിലാക്കണം. അതായത് നമുക്ക് ജായിസായിട്ടുള്ള ചില കാര്യമുണ്ട്. ജായിസായിട്ടുള്ള ഒരു കാര്യത്തിൽ പെട്ടടിക്കരുത്. ഈ പോൽമാനത്ത് നമുക്ക് എന്താക്കുക കുലിക്ക അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുലിച്ചു നമുക്ക് ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ച ഒരവസ്ഥയിൽ നല്ല ചപ്പ തന്നിട്ട് തലക്ക് വീത്തി കുളിച്ചു എന്ന് ഹദീസിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കരുത്. അപ്പോൾ പോർമാനത്ത് കുളിക്കുന്നത് ജായിസായിട്ടിക്കരുത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഈ ഒരു കറാഹത്തായിട്ടുള്ള ഒരു വിഷയമായിരിക്കരുത് ഒരു മാപ്പിള പെഞ്ഞയുടെ മൂത്രം അല്ലെ മാപ്പിളയുടെ മുത്രത് എനിച്ചെന്നിട്ടെങ്കിൽ ഈ മുത്യ കൊണ്ടിട്ടു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ജിമാഗ് അല്ലെങ്കിൽ ബന്ധപ്പെടുകയുള്ളത് ഒരു വസയില്ല, അതൊരു തെരുവായിട്ടിക്ക് ചെന്നിപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു വയസ്സല്ലാത്ത ആൾമാർ അങ്ങനെയുള്ള ഷഹവത്തിക്ക് ചെന്നെങ്കിൽ അങ്ങക്ക് ഒരു ഡിസയർ. അപ്പോൾ ചിലപ്പോൾ അവನು മുത്യ കാരണം കൊണ്ടിട്ടു അവನು ആ മുത്യത് അതുകൊണ്ട് ബന്ധപ്പെടുകു എത്തുപാട്ടുകൾ സബബ് ഒരു കാരണവും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അവന് നോമ്പുരിയും. അപ്പോൾ അങ്ങനെ ആയിട്ടിട്ട് അവന് കറാഹത്തിന് ചെന്നു. ഇനി വയസ്സായിട്ടുള്ള ആൾ അല്ലെങ്കിൽ അവന് ഓർത്തോ പിടിയുണ്ട് രണ്ടാമത്തെ അവസ്ഥ അവന് പിടിയുണ്ട് ഞാൻ മുത്തിയെങ്കിൽ ನಾನು ബന്ധപ്പെട പോണില്ല ചെന്ന് അത്ര അവന് ഒരു കൺഫേം ഉണ്ട് നണ്ടു അവന് സ്വന്തത്തെ നഫ്സറോ അവൻ്റെ ശഹവത്ത് അവൻ പിടിച്ചു വയ്ക്കുള്ളത്ര കൂവത്ത് അവൻ മുന്നുണ്ടായി അവന് ജായിസായിട്ട് ചെന്ന് പണിത വെച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പെഞ്ഞേമാർ മുത്തു എന്ന് ചെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്.
ചെന്ത് ക്യാന റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ത് ക്യാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സ്വായിമുൻ വയുബാശിറു വഹുവ സ്വായിമുൻ വലാകിന്നഹു അംലകുഹും ലിഇർബിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ച ഒരു അവസ്ഥയിൽ നബി പെഞ്ഞാമാർ മുത്തി എന്ത് ചെന്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നബി എന്ത് നബിയുടെ സഹവത്തെ പിടിക്കുക സാധ്യമുള്ള ഒരാളായിട്ട് എന്ത് അതായത് ഇന്നഹു അംലകുക്കും ലിഇർബിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലോ ഷഹവത്ത് ಯಾರ പിടിക്കോ ಯಾರ ಕಂಟ್ರೋಲ್ ಹಾಕುವಲ್ಲ ഒരു ആളായിട്ട് ಕಂಟ್ರೋಲ್ ಹಾಕೋ സാധിക്കുന്ന പോലത്തെ ഒരു ആളായിട്ട് എന്ത് ആ കാരണം കൊണ്ടിരിക്കുക. അപ്പോൾ ആർക്ക് ಕಂಟ್ರೋಲ್ ಹಾಕೋ തീരില്ലമ്മ. അപ്പോൾ അവൻ്റെ സംബന്ധിച്ചോളൂ കറാഹത്ത് ഇടിക്കറ്. അത് മാത്രമല്ല ചിലപ്പോൾ ഇന്ന് അത് അവൻ നോക്കിയസൊന്ന് കൊണ്ടിട്ടു അല്ലെങ്കിൽ അവൻ്റെ വികാര അവൻ്റെ ഷഹവത്ത് കൂടി കാരണം കൊണ്ടിട്ടു ഇനി അവൻ്റെ ഇൻസാലൈത്തുണ്ടായി ഇനി കാലി മുത്യ കാരണം കൊണ്ടിട്ടു അവൻ്റെ മണി പറത്ത് എന്തിട്ട ഇറങ്ങിയിട്ടുണ്ടായെങ്കിൽ അവൻ്റെ നോമ്പോടെ ബാധ്യലാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കാരണം എതിർ വെച്ചിട്ട് എടുക്കറ് ഒരു മാപ്പിളേക്ക് അല്ലെങ്കിൽ ഒരു പെഞ്ഞായിക്ക് ഭാര്യ ഭർത്ത മാപ്പിള പെഞ്ഞായിമാർ മുത്തത് കറാഹത്തായിട്ട് കണ്ടത് ജായിസായിട്ടുള്ള അവസ്ഥ ഉണ്ട് ഞങ്ങൾ ചെന്ന പോലെ. ഇനി അതേപോലെ ഹലാലായിട്ട് അതേപോലെ നമുക്ക് ജായിസായിട്ടുള്ള ഒരവസ്ഥ ഇരിക്കറ്. ഞങ്ങൾ നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് അതേപോലെ മുസ്തഹബ് നമുക്ക് ഞങ്ങൾ ആക്കണ പോലത്തെ ഒരു കാര്യം നോമ്പ് തുറക്കുന്ന നേരത്ത് ഞങ്ങൾ ഈത്ത പോലെ അല്ലെങ്കിൽ തന്നി കൊണ്ടിട്ട് അങ്ങ് സ്റ്റാർട്ടാക്കണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നത് ഈത്ത ഫലവും അതേപോലെ തന്നി കൊണ്ടായിട്ട് ഇന്ത് ചെന്ത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു നോമ്പ് പിടിച്ചിട്ടുള്ള ഒരാളുടെ മേലെ ഒരു ഹലാലായിട്ടുള്ളത് ഒരു കാര്യമായിട്ടിക്കട്. ഇപ്പോൾ ഓർത്ത ജാവ് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫജ്ർ മുന്നോള് അതായത് മഗ്രിബിൽ പിന്നെ ഫജ്ർ മുന്നോള് ഈ ടൈം ഇടയിൽ അവನು അല്ലെങ്കിൽ മാപ്പിള പെഞ്ഞ ബന്ധപ്പെട്ടിട്ടുള്ളവർ എന്താ ഇടാറ് എന്നെങ്കിൽ ബന്ധപ്പെട്ടാറ് അങ്ങനെ മുത്തു ജണ്ടാല മേലെ വാജിബെറ്റിക്കട് ജനാപത്ര കൂലി. ഇനി ഓർത്ത ഫജ്ർ കഴിഞ്ഞിട്ട് അവನು കുളിക്കറണ്ടായെങ്കിൽ അവൻ്റെ മേലെ ജായിസായിട്ടിക്കറ് എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കി പലയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ സല്ലല്ലാഹു റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി ثم يغتسل ويصوم. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജിർ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുനുബ് ഒരു അവസ്ഥയിട്ടുണ്ട്. അതായത് കുലി നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജിർ ആയാൽ പിന്നെ നബി കുളിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത ഫജിർ മൂന്നോളും മഗ്രിബിൽ അതായത് നോമ്പ് തന്നിട്ട് പിന്നെ നോമ്പ് പിടിക്കുന്ന മൂന്നോലായിട്ട് മഗ്രിബിൽ പിന്നെ ഫജിർ മൂന്നോലായിട്ട് പെഞ്ഞാലിട്ടിക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടായെങ്കിൽ അവൻ അല്ലെങ്കിൽ മാപ്പിള പെഞ്ഞ ജണ്ടാലിൻ്റെ മേലെ എന്തായിരിക്കും ജനാപത്ര കുലി വാജിബായിട്ടിക്കട് ബന്ധപ്പെട്ട കാരണം കൊണ്ടിട്ട് കുലിക്ക് വാജിബായിട്ടിക്കത്. ആ കുലി എന്തായിരിക്കും അങ്കു ഫജിറിൽ പിന്നെ അതായത് ഫജിറിൽ പിന്നെ അതായത് ഈ നോമ്പ് പിടിക്കുന്ന ഒരു അവസ്ഥ ഒരു ടൈമിൽ പിന്നെ നമുക്ക് കുലിക്കവും ജായിസായിട്ട് ചെന്ത് എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ മാതൃകൊണ്ട്. അപ്പോൾ പുറത്ത് ജുനൂബ് അവസ്ഥ ഇരുന്നെങ്കിൽ ജനാപത്ര അവസ്ഥ ഇരുന്നെങ്കിൽ அவங்க നോമ്പ് പിടിക്കാൻ ചെന്ത് അടിக்கிறாங்க ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉള്ളതായത്. അതേപോലെ ഇട്ടിക്കറ് ഒരു ഹൈദായിട്ടുള്ള ഒരു പെണ്ണ് ഇനി അവള് ഫജിർ മൂന്നരായിട്ട് എന്തായാലും ശുദ്ധിയായാൽ അതായത് ഈ നോമ്പ് പിടിക്കുന്ന ഒരു നേരത്തെ മുന്നൂറായിട്ട് ഒരു അവളുടെ ഹൈദിൽ നിന്നിട്ട് അവൾ ശുദ്ധി അല്ലെങ്കിൽ ഗൊಂತು ഹൈദ് അത് അല്ലെങ്കിൽ നിഫാസ് ഉള്ളത് അത് അങ്ങനെ നോമ്പ് മുറിയുടെ കാരണത്തിൽ വിട്ട ഒരു കാരണമായിട്ടിരിക്കുക. ഓർത്തതിന് നോമ്പ് പിടിച്ച അവസ്ഥയിൽ ഓർത്തേക്ക് ഹൈദായിട്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ അശുദ്ധി ആയാലുണ്ടായെങ്കിൽ അവളുടെ നോമ്പ് മുറിക്കാനടിക്കുക അവളുടെ മേലെ വാജിബ് അവളുടെ നോമ്പ് മുറിയിട്ട് അവൾ കഥാവിട്ടാനടിക്കുക. പിന്നെ അതായിരിക്കും ഞാൻ മനസ്സിലാക്കിയത്. ഇനി അതേപോലെ ഒരു പെണ്ണ് അവൾ ഫജിർ മുന്നലായിട്ട് നോമ്പ് പിടിക്കുന്ന നേരത്തെ മുന്നലായിട്ട് അവളുടെ ഹൈദ് നിന്നിട്ട് അവൾ ശുദ്ധി ആയാലുണ്ടായെങ്കിൽ അവൾ ശുദ്ധി ആയാലുണ്ടായെങ്കിൽ അവളുടെ മേലെ കുലിക്ക് വാജിബായിട്ടിക്കറ് അങ്ങൊന്നുണ്ട്. മാത്രമല്ല അവൾ കുലിക്കാണ്ടമേ അവൾക്ക് നോമ്പ് പിടിക്കുക ചെന്തടിക്കുക നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചെന്നുണ്ടെങ്കിൽ അവൾ നോമ്പ് പിടിച്ചിട്ട് അതായത് ശുദ്ധിയായിട്ടുള്ള അവസ്ഥയിൽ അതായത് ഹൈദ് അവളുടെ പീരീഡ് തീന്നാൽ പിന്നെ അവൾ ഫജിറിൽ പിന്നെ നോമ്പ് പിടിച്ച ഒരു അവസ്ഥയിൽ അവൾ കുലി കാണിച്ചെന്തടിക്കണ അവൾക്ക് ഹലാലടിക്കുക ചെന്നാൽ മനസ്സിലാക്കണം. അത് ഇതേപോലെ ഈ ജുനൂബ് അവസ്ഥയിൽ ഖിയാസാക്കിയിട്ട് അടിക്കുക പണ്ഡിതന്മാർ പടിപാട്ടിയത്. അതായത് ചെന്നാൽ ജുനൂബായിട്ടുള്ള അവസ്ഥയിൽ നോമ്പ് നമുക്ക് തുടർക്കാം നമുക്ക് ഫജിറിൽ പിന്നെ ജുനൂബായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് നോമ്പ് പിടിക്കാറില്ലേ. അതേപോലെ അടിക്കുക ഒരു ഹൈദായിട്ടുള്ള ഒരു പെണ്ണ് അവൾ കുലിക്കാണ്ടമേ അത് കുലിക്കാണ്ട് ശുദ്ധി അവിടെ ആവണ്ടമേ അവൾക്ക് നോമ്പ് പിടിക്കാൻ ചെന്ത അടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കണം. നീ പിന്നൊന്നായിട്ടിക്കറ് നമുക്ക് മുബാലക തല്ലാണ്ട് ഞങ്ങൾ പഠിച്ചിരുന്ന പോലെ യാര തന്നി
ಮೂಕೂಲು ಅಲ್ಲಿ ಬಾಯಲ್ಲಿ ಎಡ್ಕಾನ್ ಟೈಮೆ ನಂಗೆ ಎಂದಾಕ ಬಾಯಿ ಮುಗ್ಲಿಕ್ಕ ಚೆಂತು ಮಾತ್ರ ಜಾಗ್ರತೆ ಹಾಕೊಂಡು ಆ ಸಮಯത്ത് ನಾನು ತನ್ನಿ ನಾನು ಬೈತೆಂತ ಕೀಲು ಉಳ್ಗ പോകാണ്ടിക്കോ ചെന്ത് അതേപോലെ നിങ്ങൾ വിഷയം സിവാക്ക് യൂസ് ആക്കുന്നത് ഒരുത്ത പൽ തേക്കുന്നത് അത് ജായിസായിട്ടിക്കറ് ഇനി അത് പോൽമാന്ത് നോമ്പ് പിടിച്ചോ പോൽമാന്ത അവസ്ഥയിലായെങ്കും എപ്പായെങ്കും സിവാക്ക് ആക്കു ജായിസായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയെന്ത് അത് മാത്രമല്ല ആ ഹദീസ് വന്നത് ആമയിട്ടിക്കറ് എല്ലാ സമയത്തും ആക്കു ജായിസായിട്ടുള്ള വിഷയമായിട്ടിക്കും സിവാക്ക് ചെല്ലത് ഞങ്ങൾ പൽ തേക്കറ ചെല്ലുമത്തു അതേപോലെ ഈ പേസ്റ്റ് ചെല്ലതും ಈ ಪೇಸ್ಟ್ ನಂಗೆ ಬ್ರಷ್ ಹಾಕಿ ಯೂಸ್ ಹಾಕಿರೋದು ಅದು ಜಾಯಿಸಾയിട്ടിക്കറ് ಆ ಸಮಯത്ത് മാത്രമേ ಜಾಗ್ರತೆ ಹಾಕೊಂಡು ಎಂಚಂದಂಟೆ ചിലപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ തൊണ്ടയ്ക്ക് എല്ലിട്ട് അത് കീഴിൽ പോകാണ്ട് ഇക്കോബനായിട്ട് അപ്പോൾ അതിന് ഞങ്ങൾ ಜಾಗ್ರತೆ ಹಾಕೊಂಡು നല്ലതായിട്ടിക്കറ് യൂസ് ಹಾಕೋ ಜಾಯಿಗೂ ഞങ്ങൾ ಜಾಗ್ರತೆ ಹಾಕಿರೋದು ಯಾರು നല്ലതായിട്ടിക്കറ് ಅದು ನಿಂತು ഇനി അതേപോലെ ഞങ്ങൾ മനസ്സിലാക്കണം ഈ ഞങ്ങൾ സെൻറ്റ് യൂസ് ആക്കിടത് സെൻറ്റ് യൂസ് ആക്കിടರು ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് പിടിച്ചൊരവസ്ഥയിൽ അത് ജായിസായിട്ടിക്കറ് അതിൽ ഒർക്കത്തും അതൊക്കെ ഒരു കറാഹത്തില്ല എന്നാ മനസ്സിലാക്കണം കറാഹത്ത് എന്തെങ്കിലും അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ജായിസായിട്ടിക്കറ് ചെന്നെങ്കിൽ ഒരു സെൻറ്റും ഒരു നല്ല കമ്മനെ മണக்கிறതും സെൻറ്റ് ഇടുന്നതിലും അതിൽ യാതൊരു രീതിയിലും അത് നോമ്പ് മുറിക്കുള്ളതായ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു ചാൻസ് അതിലില്ല എന്നുവെച്ചെന്നിട്ടെങ്കിൽ അത് ആ സെൻറ്റ് ഈ ഒരു സ്മെല്ല് ചെല്ലത് അതൊരു ജിസ്മല്ല അതൊരു ജസ്റ്റ് ഒരു ഞങ്ങൾക്ക് ഒരു മണമായിട്ടിക്കറ് ഞങ്ങൾ ഒരു മണ്ണായിട്ടിക്കറ് എടുത്തുള്ളത് അപ്പോൾ മണ്ണ് എടുക്കുന്നത് അല്ല കമ്മൻ എടുക്കുന്നത് ഈ നോമ്പ് പിടിച്ച ഒരു അവസ്ഥയിൽ അതിലൊരു പ്രോബ്ലം ഇല്ല അത് ജായിസായിട്ടിക്കറ് ചെന്ന് മനസ്സിലാക്കുന്നു അല്ലാഹു ആലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ എല്ലാ വിഷയത്തും യഥാർത്ഥ അതേ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് മേൽ ജീവിതത്തെ അമലാക്കുക തൗഫീഖ് തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു